السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى محمد سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് കാലങ്ങളായി നമ്മുടെ ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പല സഹോദര സഹോദരിമാരും മരണപ്പെട്ടുപോയി. പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പല സഹോദരിമാരും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. നാവ് കൊണ്ടുള്ള വിപത്തുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തത്, നിക്കാഹ് നടത്തുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഉസ്താദുമാർ വന്ന് അത് ചൊല്ലിക്കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. ഈ അടുത്തുള്ള ഒരു വിവാഹത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചെക്കനും പെണ്ണിന്റെ വാപ്പയും കൈ കൊടുത്ത് അങ്ങനെ ചൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ ചെയ്യാവോ എന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം, അത് അനുവദനീയമാണ്, അങ്ങനെ ചെയ്യാം. പിന്നെ എന്തിനാണ് പള്ളിയിലെ ഉസ്താദ് വന്ന് അത് ചൊല്ലിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് അതിൻ്റെ ഒരു ഗൗരവം ആളുകളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ. അതൊരാള് സ്പീക്കറല്ലേ ചൊല്ലിക്കൊടുക്കുന്നത്, സ്പീക്കറാണ് ചൊല്ലിക്കൊടുക്കുന്നത്. ആ സ്പീക്കർക്കായി വിവരമുള്ള ആളായിരിക്കും ചിലപ്പോൾ അത് ഏറ്റു ചൊല്ലുന്ന ആളാണ്. അത് പിന്നെ എന്തിനാണ് ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, അത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഗൗരവം, അത്രയും ഗൗരവമായ ഒരു കാര്യമാണ് ഏൽപ്പിക്കുന്നത് എന്ന ആ ഒരു ഗൗരവം മറ്റുള്ളവരെ സ്മരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ നിക്കാഹിന്റെ കർമ്മത്തിലും. അത് പള്ളിയിലെ ഖാദിയര് വന്നു. ഖാദിയര് എന്ന് പറയുമ്പോൾ ശരിക്കും ജഡ്ജിയാണ്. ജഡ്ജിയുടെ അറബി വാക്കാണ് ഖാദി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഖാദി ഇല്ല, ഖത്തീബാണ്. ഖത്തീബോ വന്നുകൊണ്ട് പ്രമുഖരായ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഈ ചെക്കനും ഈ വലിയനും ഇതിന്റെ പദങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിന്റെ ഗൗരവം സ്ഫുരിപ്പിക്കാനും, അത്രയും സുതാര്യമായ ഒരു ബന്ധമാണ് നിക്കാഹ് എന്ന അതിന്റെ ഗൗരവം കാണിക്കാനാണ് നമ്മൾ അങ്ങനെയൊക്കെ കാലങ്ങളായി ചെയ്തു വരുന്നത്. ഇനി അതൊന്നുമില്ലാതെ ഒരാൾ വലിയും അതേപോലെ ഈ സൗജും വരനും തമ്മിൽ അവർ കൈകൊടുത്ത് എന്റെ മോളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞാലും അത് മതി, അത് സ്വീകാര്യമാണ്, അത് ശരിയാവുന്നതാണ്.
എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ദർസുകളിലൊക്കെ പഠിച്ച ഉസ്താദുമാര് പോലും നിക്കാഹിന്റെ സമയങ്ങളിൽ അവരെ പഠിപ്പിച്ച ഉസ്താദുമാരെയോ അല്ലെങ്കിൽ വലിയ സയ്യിദന്മാരെയോ തങ്ങന്മാരെയൊക്കെ കൊടുന്ന് അത് അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിക്കലുണ്ട്. അതൊരു ബറക്കത്തും അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ആ ഒരു ശീലം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രീതിയിൽ അത് അവലംബിച്ചാലും അതിന് യാതൊരു തകരാറുമില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഉസ്താദൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനെ നിസ്സാരപ്പെടുത്തിയിട്ടും അതിനെ നിന്ദിച്ചുകൊണ്ടും ചെയ്യലുണ്ട്, അതില്ലാതെ ചെയ്യലുണ്ട്. അത് പിന്നെ അവരുടെ ആ ഉദ്ദേശത്തിനനുസരിച്ചിരിക്കും. ഓരോ കാര്യവും അതിനെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് എല്ലാത്തിനും ചോദ്യങ്ങളുമായിട്ട് അത് ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു എന്താ പറയാ നിർബന്ധ ബുദ്ധിയാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു നിന്യ രീതിയിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അത്ര നല്ലതാണ് എന്ന് പറഞ്ഞുകൂടെ അവരുടെ കാഴ്ചപ്പാടും വിലയിരുത്തലും. ഇനി മറ്റൊരു ചോദ്യമുള്ളത്, സ്ത്രീകൾക്ക് സുഗന്ധം പൂശുന്നതിന്റെ വിധി എന്താണ്? അത് സുന്നത്തായ രീതിയുണ്ട്, ഹറാമായ രീതിയുണ്ട്, അനുവദനീയമായ രീതികളൊക്കെ ഉണ്ട്. അത് ആ പൂശുന്ന ആളുടെ ഉദ്ദേശം അനുസരിച്ച് അതിന്റെ വിധികൾ മാറും. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും ഭർത്താവിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനും ഒക്കെ എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു സ്ത്രീ സുഗന്ധം പൂശി അവരുടെ കിടപ്പറയിലേക്ക് ചെല്ലുന്നുവെങ്കിൽ അത് അവൾക്ക് പുണ്യമാണ്, സുന്നത്താണ്. അതേപോലെ ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് ഭർത്താവിന്റെ മുമ്പിൽ എന്നെ നല്ല ഒരു പരിമളം ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ സ്മെല്ലടിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തിൽ എന്നെ കുറിച്ച് നല്ലൊരു സ്മെല്ല് മാത്രമേ ഭർത്താവിന് ലഭിക്കാവുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴല്ലെങ്കിലും വീട്ടിന്റെ ഉള്ളിലും ഭർത്താവിനെ കാണിക്കുക, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിലാണ് അങ്ങനെ സുഗന്ധം ഉപയോഗിക്കുന്നത് എങ്കിൽ അത് സ്ത്രീകൾക്ക് സുന്നത്താണ്. ഇനി ഭർത്താവിനെ കാണിക്കാനൊന്നുമല്ല, നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, അപ്പൊ ആളുകൾ കാണുമ്പോൾ എന്താവണം? ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഫംഗ്ഷന് പോവുക, കല്യാണത്തിന് പോവുക എന്നൊക്കെ പറയുമ്പോൾ പൂശുന്നത് എന്തിനാണ്? ഭർത്താവിനെ കാണാനല്ലോ. അത് നാട്ടുകാരെ കമ്മടപ്പിക്കാനും നാട്ടുകാരിൽ നിന്ന് ഒരു ആകർഷണീയത കിട്ടണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഒരു ഉദ്ദേശം വരുമ്പോൾ ആ ഉദ്ദേശത്തോടുകൂടെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങി ആ സ്മെല്ല് ഏതെങ്കിലുമൊക്കെ ആ പുരുഷന്മാർ അതിന്റെ മണം ലഭിച്ച് ഇവളിൽ ഒരു ആകർഷണീയത വരുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അത് ഹറാമാണ്. അപ്പൊ നിരുപാധികം ഹറാമാണ് എന്നോ നിരുപാധികം സുന്നത്താണ് എന്നോ പറഞ്ഞുകൂടാ. ഏത് സാഹചര്യത്തിൽ എന്തിന് എന്ന ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കൽ. അത് സുന്നത്താണോ അത് പുണ്യമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു നാവ് കൊണ്ടുള്ള വിപത്തുകളിൽ അടുത്തതായി എണ്ണുന്നത് നമ്മൾ മറ്റൊരാളെ ഇസ്തിഹ്സാ ചെയ്യുക, പരിഹസിക്കുക. ഈ പരിഹാസം നാവ് കൊണ്ടുള്ള വിപത്തുകളിൽ അതികഠിനമായ ഒന്നാണ് എന്ന് മഹാൻ സൂചിപ്പിക്കുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ടാണ് മഹാൻ ഈ അധ്യായം നമുക്ക് തുടങ്ങി തരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. കാരണം ആ പരിഹസിക്കപ്പെടുന്നവർ ഈ പരിഹസിക്കുന്ന ആളുകളെക്കാൾ നല്ലവരായേക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ നസാഅൻ യകുന്ന ഖൈറൻ മിൻഹുൻ, അതേപോലെ ഒരു കൂട്ടം സ്ത്രീകൾ മറ്റൊരു കൂട്ടം സ്ത്രീകളെയും പരിഹസിക്കരുത്. കാരണം ആ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ ഈ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായേക്കാം. അതുകൊണ്ട് പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിഹാസം അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ്.
നിന്ദിക്കുക, അതേപോലെ നിസ്സാരപ്പെടുത്തുക, മറ്റൊരാളെ ചിരിപ്പിക്കാൻ വേണ്ടി അവനിലുള്ള ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. ഇതൊക്കെയാണല്ലോ ഈ പരിഹാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ളതായ പരിഹാസമാണെങ്കിൽ അത് ഹറാമാണ് എന്നതാണ് മഹാന്മാര് സൂചിപ്പിക്കുന്നത്. ആരെയാണോ നമ്മൾ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കുന്ന വ്യക്തി മുന്നിൽ ഉണ്ടെങ്കിൽ അത് ഗീബത്തല്ല. അതല്ല, മുന്നിലില്ലാത്ത ഒരാളെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരിഹസിച്ച് ചിരിക്കുന്നത് എങ്കിൽ അവിടെ ഗീബത്തിന്റെ കുറ്റവും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരാളെ പരിഹസിച്ച് ചിരിക്കുന്നു എന്നതിന്റെ തെറ്റുമുണ്ടാകും. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള വിപത്തുകളിൽ പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സാധാരണ ലെവലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ കൂടിയിരിക്കുമ്പോഴോ ഒക്കെ അതിൽ ഒരാളിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആ വ്യക്തിക്ക് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം വരുന്നുണ്ട് എങ്കിൽ അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതല്ല, കേവലം ഒരു ചെറിയ ഒരു രസം എന്നുള്ള നിലക്കാണെങ്കിൽ അത് ആക്ഷേപാർഹം എന്ന് പറയേണ്ട, എന്നാലും ഒഴിവാക്കപ്പെടേണ്ടതാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ചില ചിരികളൊക്കെ ഉണ്ട്. അതിൽ ഒരാളെ നിന്ദിക്കലോ അത് മറ്റൊരാളെ ആ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാൾക്ക് അതുകൊണ്ടൊരു വിഷമമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അത് ഹറാമിന്റെ വകുപ്പിലല്ല, എന്നാലും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ആയത്തിന്റെ റിപ്പോർട്ടിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ ഒരു ആയത്തുണ്ടല്ലോ, നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആയത്ത്, യാ വൈലതനാ മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നന്മതിന്മകളെല്ലാം തൂക്കുന്ന, നന്മതിന്മകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബ് നമ്മുടെ കൈവശം തന്ന് അത് വായിച്ചു നോക്കുന്ന സമയത്ത് ദോഷിയായ ഒരു മനുഷ്യൻ പറയുന്ന ഒരു രംഗം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ലാ വൈലതനാ മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ് അല്ലാഹുവേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബാണല്ലോ എന്ന് ഈ പരലോകത്ത് വെച്ചുകൊണ്ട് കിതാബ് വായിച്ച് ദോഷികളായ ആളുകൾ പറയുന്ന ഒരു ആയത്ത് അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെ ചെറിയതും വലിയതും ഒന്നും മാറ്റിവെച്ചില്ല എന്നല്ലേ ആയത്തിൽ പറഞ്ഞത്. ആ ചെറിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ട് നീ നടത്തിയ പുഞ്ചിരിയാണ്. വലിയത് എന്ന് പറയുന്നത് മറ്റൊരാളെ നീ പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചതാകുന്നു. എന്റെ ഗൗരവം നോക്കണം. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഈ ആയത്തിന്. അതിൽ ഒരു വ്യാഖ്യാനം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, ഇവിടെ ചെറിയത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ടുള്ളതായ പുഞ്ചിരി, വലുത് എന്നതുകൊണ്ട് ഉദ്ദേശം മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ടുള്ളതായ പൊട്ടിച്ചിരി. അത്രയും ഗൗരവമുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നാവ് കൊണ്ടുള്ള വിപത്തുകൾ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. അതാണല്ലോ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ടും ഗുഹ്യാവയവം കൊണ്ടും തിന്മ പ്രവർത്തിക്കൂല എന്ന് എനിക്ക് ഉറപ്പ് തരാണെങ്കിൽ ഞാൻ അവനക്ക് സ്വർഗം തരാമെന്ന് ഉറപ്പ് നൽകുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന, നമ്മളല്ലേ വലിയ കുഴപ്പമല്ല എന്നൊക്കെ വിചാരിക്കുന്ന പല വാക്കുകളും പ്രവൃത്തികളും നാവ് കൊണ്ടുള്ള വലിയ വിപത്തുകളായിട്ടാണ് മഹാന്മാര് എഴുതി വെക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് മറ്റൊരാളെ ദ്രോഹിക്കരുത് എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇബാദത്ത് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അവിടെ ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പോയി ഉറക്ക ഖുർആൻ ഓതാൻ പാടില്ല. ഖുർആൻ ഓതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യമാണ് ഉറക്കം. അല്ല, അയാൾക്കൊരു ദ്രോഹം അവിടെ ചെയ്യരുത് എന്ന് അതിന്റെ കാരണം. അതേപോലെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ, അത് വലിയ മഹത്വമുള്ളതാണ്.
ഫർദ് നിസ്കാരങ്ങളുടെ പിന്നിലുള്ളതായ ദുആ അയ്യുൽ ഇസ്ലാമി അഫ്ളലു എന്നൊരിക്കൽ നബിയോട് ചോദിച്ചു. ഇസ്ലാമിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും ശേഷമുള്ളതായ ദുആ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ഫർദ് നിസ്കാരങ്ങളുടെ പിന്നിലുള്ള ദുആ, അതേപോലെ തന്നെ രാത്രിയുടെ ഇരുള് എല്ലാവരും ഉറങ്ങിയ സമയത്ത് ചെയ്യുന്ന ദുആ, ഇത് രണ്ടും എന്നാണ്. എന്നാൽ നമ്മളിപ്പോ മഗ്രിബൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സാധാരണ പറയാറില്ല. പറയൽ സുന്നത്തുണ്ട്. പിന്നെ പഴയ കാലങ്ങളിൽ അങ്ങനെ ദർസൊക്കെ ഉള്ള പള്ളികളായതുകൊണ്ട് അതിന്റെ സമയം കൂടെ ഇൽമു പറയുന്നതിന് മോശമാവണ്ട എന്നുള്ള കാഴ്ചപ്പാടിൽ പഴയ കാലങ്ങളിൽ അങ്ങനെ തുടർന്നു വരുന്നതാണ്. ഇനി അതില്ലാത്തതുകൊണ്ട് വേഗം സലാം വിട്ട് ദുആ ചെയ്യുമ്പോൾ പുറകിലൊക്കെ മസ്ബൂക്കിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും. മൗമൂമിങ്ങൾ നമ്മൾ ഉറക്കെ ദുആ ചെയ്ത് അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. ഇത് മോശമായതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന നല്ല കാര്യം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഗ്രിബിന് ദുആ ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ മൈക്കൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് ഞാൻ ദുആ ചെയ്യാനുണ്ടാകുന്ന കാരണം. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മറ്റൊരാളെ ദ്രോഹിക്കാൻ പാടില്ല. ഇബാദത്ത് കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും മറ്റൊരാളെ വിഷമിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ തിന്മയായിട്ടാണ് കാണുന്നത്. ഇത് ഏതൊരു വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തോ ആവട്ടെ, ഈ ആയത്തിലൂടെ ചെറുദോഷം എന്ന് പറയുന്നത് മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ടുള്ള പുഞ്ചിരിയും, വൻദോഷം എന്ന് പറയുന്നത് മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ടുള്ള ആ പൊട്ടിച്ചിരിയുമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ ഒരാൾ ഒരു സ്വഹാബിക്ക് കീഴ്വായി പോയപ്പോ ബാക്കിയുള്ള സ്വഹാബികളൊക്കെ ചിരിച്ചു. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ പറയാണ്, എന്തിനായി ഇത്ര ചിരിക്കാൻ, അത് എല്ലാവർക്കും ഉള്ളതല്ലേ. നമ്മളൊക്കെ ചിരിച്ചു കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് ആണ് കീഴുവായി വിട്ട നമ്മൾ ചിരിക്കും. ആ ചിരിക്കുന്നത് കൊണ്ടും മറ്റുമൊക്കെ അത് വിട്ട ആൾക്കൊരു പ്രയാസവും ലജ്ജയും വരുമെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കണം. ചിരി വന്നാലും ചിരിക്കാതിരിക്കുക. അങ്ങനെയുണ്ടല്ലോ ചില കൂടിയ സമയത്ത് ആളുകളുള്ള സമയത്തൊക്കെ വലിയൊരു സദസ്സിന്റെ അടിയിലൊക്കെ മനുഷ്യരല്ലേ, ഒരാൾക്ക് അങ്ങനെ കീഴുവായി പോയി നോക്കുക. അപ്പൊ പിന്നെ അയാളെ മുഖത്തോട്ടെല്ലാവരും തിരിഞ്ഞു നോക്കി അയാളെ വശമാക്കരുത്. പോയത് പോയി, നമുക്ക് ചിരി വന്നാലും അടക്കി പിടിച്ചിരിക്കുക. അതാണ് അത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത്. ഇനി അങ്ങനെയുള്ള സദസ്സോ കാര്യമൊന്നുമല്ല, നമ്മള് 3 കൂട്ടുകാരാണ്, അതിനിടയിൽ ഒരാൾ യാദൃശ്ചികമായിട്ട് പോയി നമ്മൾ ചിരിച്ചതുകൊണ്ട് അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നബി തങ്ങൾ നോക്കൂ, എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ വിഷയം പോലും നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അത്തരം ഘട്ടങ്ങളിൽ പോലും ഒരു ചിരിയിലൂടെയെങ്കിലും ഒരാളെ നിന്ദ്യപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യരുത്, അയാൾക്ക് വിഷമമുണ്ടെന്ന് തോന്നിയാൽ. മാത്രമല്ല ഒരു മനുഷ്യൻ ഈ രീതിയിൽ പരിഹസിച്ച് ആളുകളെയൊക്കെ പരിഹസിച്ച് ചിരിപ്പിച്ച് നടന്ന ഒരാളാണെങ്കിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ക്ഷണിക്കും. ദാ സ്വർഗത്തിലേക്ക് കേറിക്കോ എന്ന് പറയും. ഈ മനുഷ്യൻ ദൂരെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി അടുത്തേക്ക് എത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ കവാടം അടക്കപ്പെടും. പിന്നെ കുറെ അപ്പുറത്തുള്ള സ്വർഗത്തിന്റെ മറ്റൊരു കവാടം തുറക്കും. എന്നിട്ട് ഈ മനുഷ്യനോട് ഇങ്ങോട്ട് വരൂ എന്ന് പറയും. എന്ന് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ആ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ആ കവാടവും അടക്കപ്പെടും. അങ്ങനെ നിരന്തരം ഇങ്ങനെ തന്നെ തുടർന്ന് അവസാനം ഒരു സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ച് ഇതിലൂടെ വരൂ എന്ന് ഈ മനുഷ്യനെ ആരെങ്കിലും വിളിച്ചാൽ അദ്ദേഹം ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു നിന്ദ്യമായ അവസ്ഥ പരലോകത്ത് ഈ രീതിയിൽ നിസ്സാരപ്പെടുത്തി പരിഹസിച്ച് നടന്നവർക്കുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വല്ലാത്തൊരവസ്ഥയാണ്. ക്ഷണിച്ചിട്ട് അല്ലെങ്കിൽ നുണയിപ്പിക്കാന്നൊക്കെ നമ്മൾ സാധാരണ പറയും. അത് പരലോകത്ത്, അതും സ്വർഗത്തിലേക്ക് വല്ലാത്ത അവസ്ഥയാണ്. അതായിരിക്കും ഈ പരിഹസിച്ച് നടക്കുന്നതായ ആളുകൾക്ക് പരലോകത്ത് നൽകുന്ന ശിക്ഷ എന്നാണ് നബി തങ്ങൾ വിശദീകരിക്കുന്നത്. മാത്രമല്ല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഹദീസ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഉമ്മമാരെ. മൻ ഗയ്യറ
അഖാഹു ബിദംബിൻ ഖദ് താബ മിൻഹു ലം യമുത് ഹത്താ യഅമലുഹു. ഒരാൾ പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു ദോഷം, ഒരു മനുഷ്യൻ ഒരു ദോഷം ചെയ്തു, ആ ചെയ്തു പോയ ദോഷത്തിൽ നിന്ന് അയാൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷവും അയാളെ ആ തിന്മ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും അത് ആളുകളുടെ പറഞ്ഞു നടക്കുകയും ചെയ്തതായ മനുഷ്യൻ അയാൾ ചെയ്ത ആ തിന്മ ചെയ്യാതെ മരിക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹാലോചനകളിലൊക്കെയാണ് ഇത് ഏറ്റവും നടക്കുക. പയ്യൻ അല്ലെങ്കിൽ പെണ്ണ് കോളേജിൽ പഠിക്കുന്ന സമയത്തോ സ്കൂളിൽ പോകുന്ന സമയത്തോ ആരൊക്കെയായിട്ട് എന്തൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചില ഉടായ്പകളിൽ എന്തോ ആ പയ്യൻ പെട്ടുപോയി. അത് പെട്ടു എന്ന് മാത്രമല്ല, പിന്നീട് അതിൽ നിന്ന് തൗബ ചെയ്ത് അതിലൊന്നും പെടാതെയാണ് ആ പയ്യൻ ജീവിച്ചത് അല്ലെങ്കിൽ ആ പെണ്ണ് ജീവിച്ചത്. ആ പെണ്ണിനെയും ചെക്കനെയും കുറിച്ച് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അത് ചെയ്തവളാണ് അവൾ, അങ്ങനെ ചെയ്തവനാണ് അവൻ എന്ന് പറഞ്ഞ് അവൻ മുമ്പ് ചെയ്ത ആ പാപം എടുത്തു പറഞ്ഞ് ആളുകൾക്കിടയിൽ അത് പറഞ്ഞു പരത്തിയാൽ, അത് പറഞ്ഞുകൊണ്ട് രസിച്ചു ചിരിച്ചാൽ, അവൻ ചെയ്ത അതേ തെറ്റ് ചെയ്യാതെ ഈ പറഞ്ഞ ആൾ മരണപ്പെടുകയില്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അത്രയും ഗൗരവമുണ്ട്. ഉമ്മമാരെ ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദേഷ്യം വരുമ്പോഴൊക്കെ പലരും അയൽവാസികളെ കുറിച്ചും കുടുംബങ്ങളെ കുറിച്ചും ഒന്നും നമ്മൾ വിളിച്ചു പോവാൻ പാടില്ല. വലിയ ഗൗരവമുണ്ട്. ഈ പറഞ്ഞ വാക്കു ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സംഭവിക്കുന്നതല്ലേ. ഒരുപാട് ചെക്കന്മാരെ കല്യാണം മുടങ്ങാറുണ്ട് ഇങ്ങനെയുള്ള ചില ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട്. പെൺപിള്ളേരുടെ ഇതേ രീതിയിൽ പറഞ്ഞുകൊണ്ട് മുടങ്ങാറുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിഹാസങ്ങളൊന്നും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയരുത്. ഇനി അടുത്ത ഒരു പോയിന്റ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ രഹസ്യം പറഞ്ഞാൽ ആ രഹസ്യം നിങ്ങൾ മറ്റൊരാളോട് പറയരുത്. ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രഹസ്യം ഒരാൾ പറഞ്ഞാൽ അത് മറ്റൊരാളോടും നിങ്ങൾ പറഞ്ഞു പോവല്ലേ. ഒരു പള്ളിയിലെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ഒരുപാട് ആളുകളുടെ, ഒരുപാട് കുടുംബങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാര് തമ്മിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ അതൊന്നും ചില ദുർബല നിമിഷത്തിൽ അല്ലെങ്കിൽ അവരുടെ പിണക്കം മാറ്റുന്നതിന് വേണ്ടി അതിന്റെ നിജസ്ഥിതി പറഞ്ഞതായിരിക്കും. അതൊന്നും ഒരു മനുഷ്യനോടും പറയാൻ പാടില്ല. ഉസ്താദുമാര് പറയരുത്, മസ്ലഹത്തിന് വിളിക്കുന്ന കമ്മിറ്റിക്കാര് പറയരുത്, അയൽക്കാരൻ അറിയുമെങ്കിൽ അവനും പറഞ്ഞു പോവരുത്. അതേപോലെ ഒരാളോടും പറയരുത് എന്ന് പറയുന്ന രഹസ്യം അത് നിങ്ങൾ പറയല്ലേ. അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് മഹാന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നു. മറ്റൊന്ന് വിശദീകരിക്കുന്നില്ല. മഹാൻ പറയുന്നത്, വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കുക, കള്ള വാഗ്ദാനം ചെയ്യുക, വാഗ്ദത്തം ലംഘിക്കുക, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ അത് നടപ്പാകൂല എന്നുള്ള ഉദ്ദേശത്തിൽ വാഗ്ദാനം ചെയ്യുക. ഇത് നാവ് കൊണ്ടുള്ളതായ ഒരു വിപത്താണ്. അടുത്ത 31-ാം തീയതി എന്തായാലും ഞാൻ തരും എന്ന് ഇയാൾ പറയാം. ഇതൊരു വാഗ്ദാനമാണ്. പറയുമ്പോ തന്നെ ഇയാൾക്കറിയാം ഇത് തരും, കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, തൽക്കാലം അയാളെ ശല്യം ഒഴിവാക്കാൻ പറയാണ്. ഇത് കള്ള വാഗ്ദാനമാണ്. ഇത് ചെയ്യാൻ പാടില്ല. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽഉഖൂദ്. ഓ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ അത് നിങ്ങൾ നിർവഹിക്കുക. മാത്രമല്ല അൽ വഹ്യു മിസ്ലുദ്ദൈനി ഔ അഫ്ളൽ. നബി തങ്ങൾ പറയാണ്, വാഗ്ദത്തം എന്ന് പറയുന്നത് അത് കടത്തെ പോലെയാണ്, അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഒരാളിൽ നിന്ന് നമ്മൾ കടം മേടിച്ചാൽ ആ കടം തിരിച്ചു കൊടുക്കണം. ഷഹീദായ ഒരു മനുഷ്യനെ പോലും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് കടത്തിന്റെ പേരിലാണെങ്കിൽ അത്രയും ഗൗരവമുള്ളതാണ് കടം. അതിനേക്കാൾ ഗൗരവമുള്ളതാണ് വാഗ്ദാനം ചെയ്തിട്ട്, ഒരു വാഗ്ദത്തം ചെയ്തിട്ട് അത് ലംഘിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇന്നഹു കാന സാദിഖൽ വഅദി, നിശ്ചയായും തീർച്ചയായും ബഹുമാന ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരു വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റുന്നവരായിരുന്നു. അതിന്റെ കാരണം പറയുന്നത് എന്താണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാളുമായി ഒരു കരാർ ചെയ്തു, ഒരു വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം ചെയ്ത ആൾ അത് മറന്നുപോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് അയാൾ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലോട്ട് പോയി. ആ മനുഷ്യൻ അത് മറന്നുപോയി. പിന്നെ 22 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ പോയ മനുഷ്യന് അത് ഓർമ്മ വന്നത്. അയാൾ തിരിച്ചു വന്നു നോക്കുമ്പോ അതേ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിൽക്കുന്നു. 22 ദിവസം. ഇതുകൊണ്ടാണ് ഇസ്മായിൽ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഇന്നഹു കാന സ്വാദിഖൽ വഅദി, ഉടമ്പടി ചെയ്താൽ അത് നിറവേറ്റുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി എന്ന്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് മഹാൻ ഖുറൈശികളോട് പറയാണ്, എന്റെ മകളെ ഖുറൈശികളിൽപ്പെട്ട ഒരാൾക്ക് വിവാഹാന്വേഷണം നടത്തിയിരുന്നു, ഞാൻ അയാൾക്ക് വിവാഹം ചെയ്ത് തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് തന്നെ, ആ വാഗ്ദാനം ചെയ്ത മനുഷ്യന് തന്നെ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ മരണാസന്ന സമയത്ത് പോലും ചെയ്ത വാഗ്ദാനം ഓർമ്മിച്ചെടുത്ത് അത് നിറവേറ്റിയ മഹാന്മാര് സ്വഹാബികൾ. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ജീവിതത്തിൽ 40 വയസ്സാകുന്നതിന്റെ മുമ്പ്, 40 വയസ്സിലാണല്ലോ നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത്. നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് ഇതേപോലെ തന്നെ നബി തങ്ങളും വേറൊരാളും ഒരു കച്ചവടം നടന്നു. നബി തങ്ങൾ കച്ചവടം നടത്തിയിരുന്നല്ലോ ചെറുപ്രായത്തിൽ. ഈ കച്ചവടം നടത്തിയ കൂട്ടത്തിൽ മറ്റേ ആള് നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഇവിടെ വരുമ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിലോട്ട് പോയി. അദ്ദേഹം അത് മറന്നുപോയി, പിന്നീട് വരാൻ മറന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം നബി തങ്ങൾ അവിടെ നിന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്ന് അദ്ദേഹം തിരിച്ചു വന്ന് നോക്കുമ്പോ അതേ സ്പോട്ടിൽ തന്നെ നബി തങ്ങൾ നിൽക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു, അവിടെ വഴക്കൊന്നും പറഞ്ഞില്ല, പ്രതികരണം നോക്കണം. അല്ലയോ യുവാവേ, നീ എന്നെ പ്രയാസപ്പെടുത്തി കളഞ്ഞല്ലോ. 3 ദിവസമായി ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് ഇവിടെ കഴിയുന്നു. നിന്നോട് ഞാൻ ചെയ്ത വാഗ്ദാനം ലംഘിക്കണ്ടല്ലോ എന്നുള്ള നിലക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് ആ വന്ന യുവാവിനോട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഇത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. എന്നാൽ ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം ഇബ്നു നഖഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഒരാൾ മറ്റൊരാളോട് ഈ സ്ഥലത്ത് എത്താമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം നമ്മൾ അവിടെ കാത്തിക്കുകയാണ്, അയാൾ വന്നതുമില്ല. എന്നാ പിന്നെ ഇസ്മായിൽ നബി 22 ദിവസം നിന്നു, നബി തങ്ങൾ 3 ദിവസം നിന്നു. നമ്മൾ എത്ര ദിവസം നിൽക്കണം? എത്ര ദിവസം തെറ്റിക്കഴിഞ്ഞാൽ അത് വാഗ്ദത്ത ലംഘനമാവും. നമുക്കൊക്കെ പറ്റുന്നതാണ്. ഇന്ന സ്ഥലത്ത് നിന്നോ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആ ടൈം ആവുമ്പോൾ നമ്മൾ അവിടെ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരുന്നു. എത്ര ടൈം വരെ അയാളെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നതാണ് ചോദ്യം. അപ്പൊ മഹാൻ പറയുന്നത് നിസ്കാര സമയമാകുന്നത് വരെ. നമ്മളിപ്പോ ളുഹുറിനാ പോയത്, ളുഹുർ നിസ്കരിച്ചിട്ടാണ് നമ്മൾ കാത്തിക്കുന്നത്. ഉദാഹരണം 1:30 ആവുമ്പോൾ നീ ആ കൊറ്റങ്കാവ് ജംഗ്ഷനിൽ നിന്നോ, ഞാനാണ് വരാന്ന് ഒരാൾ പറഞ്ഞു. അയാൾ വന്നില്ല, വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. എന്നാ പിന്നെ നമ്മൾ എത്ര ടൈം വരെ നിൽക്കണം? വാഗ്ദത്ത ലംഘനമാവാതിരിക്കാൻ അസ്ർ വാങ്ങുന്നത് വരെ നിൽക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിന്, ആ വാക്തത്വത്തിന് അത്രയും മഹത്വമുണ്ട്. അല്ലെങ്കിൽ അത് വാക്കുകൊണ്ടുള്ള കള്ളത്തരമായിട്ടാണ് മഹാന്മാര് നമുക്കത് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് നബി തങ്ങൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഅദ വഅദൻ ഖാല അസാ, ഒരു പക്ഷേ കൂട്ടും നബി തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ
ഏത് വാഗ്ദാനം ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയും. 1:30ക്ക് ഞാൻ അവിടെ വരാം, ഒരു പക്ഷേ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ദിവസം, ഇങ്ങനെ എന്നാ പിന്നെ കുഴപ്പമില്ല. ഉറപ്പ് പറഞ്ഞിട്ടില്ല, ഉറപ്പ് പറയാതെ ഒരു പക്ഷേ അല്ലെങ്കിൽ വേറെ ഓപ്ഷനും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുക എങ്കിൽ ഈ അബദ്ധം സംഭവിക്കുകയില്ല. ഇത്ര മണിക്ക് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ പാലിച്ചിരിക്കണം. അന്നില്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇങ്ങനെയാണ് മഹാന്മാരത് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇത് മുമ്പ് നമ്മൾ പല ക്ലാസ്സുകളിലൊക്കെ 1-2 ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും ഇവിടെ സന്ദർഭോഗ്യമായി പറയട്ടെ, 3 കാര്യം ഒരു മനുഷ്യനുണ്ടായാൽ അവൻ തനിച്ച മുനാഫിക്കാണ്, കപടനാണ്. അവൻ നോമ്പ് അനുഷ്ഠിച്ചാലും, അവൻ നിസ്കരിച്ചാലും, ഞാൻ മുസ്ലിമാണ് എന്നവൻ പറഞ്ഞാലും ശരി, അവൻ മുനാഫിഖാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അങ്ങേ അടിത്തട്ടിലാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ മുനാഫിഖാണ്. മുസ്ലിമാൻ നോമ്പ് പിടിച്ചാലും നിസ്കരിച്ചാലും ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ശരി, 3 കാര്യങ്ങളിൽ ഒരാളിലുണ്ടെങ്കിൽ, ഒന്ന് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയുക, വഇദാ വഅദ അഖ്ലഫ, ഒരാളോട് ഒരു കരാർ ചെയ്താൽ ആ കരാർ പാലിക്കാതിരിക്കുക, വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. വേറെ ഇതേപോലുള്ള ഒരു ഹദീസിൽ 4 പറയുന്നുണ്ട്. അതിൽ ഒരാൾ പിണങ്ങിക്കഴിഞ്ഞാൽ അവന്റെ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയാ. ഈ 4 കാര്യം ഒരാളിലുണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിഖാണ്. 4ഉമില്ല, എത്രണ്ണം അവനിലുണ്ട് അതിനനുസരിച്ചുള്ള കപടത്തരം അവനിൽ ഉണ്ടാകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വേറൊരു ഹദീസ് നമ്മൾ കാണാം. ഈ ഹദീസൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ സാഹചര്യവും സന്ദർഭമൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹൈസം ഇബ്നു തൈഹാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഇത് ഉദ്ധരിക്കുന്നത്. ആ സ്വഹാബിക്ക് ഒരു വൃത്യനെ, ഒരു അടിമത്തം നിലനിന്നിരുന്ന കാലത്ത് നബി തങ്ങൾ പറഞ്ഞിരുന്നു, നിനക്ക് ഞാൻ ഒരു അടിമയെ തരാം എന്ന് നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 അടിമകളെ കിട്ടി. 2 പേരെ വേറൊരാൾക്ക് കൊടുത്തു. ഒരെണ്ണം ബാക്കിയുണ്ട്. അത് ഈ സ്വഹാബിക്ക് കൊടുക്കാം, കിട്ടിയാൽ നിനക്ക് തരാം എന്ന് നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നബി തങ്ങളുടെ പൊന്നാര മോളായ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ട് വരുന്നത്. ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിച്ചോ. ഫാത്തിമ ബീവി ചെറുപ്രായമാണ്. അലിയാരെ തങ്ങളുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്തയച്ച് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി, അരി ആട്ടുന്നതിന് വേണ്ടി ആ കല്ലിലിട്ട് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ആട്ടിയതിന്റെ ഫലമായി മഹദിയുടെ കൈയിന്റെ ഉള്ളൊക്കാകെ പൊട്ടിയിരിക്കുകയാണ്. ഈ പൊട്ടിയത് മാറ്റമാറുന്നത് വരെ ഇവിടെ വെച്ചുകൊണ്ട് ജോലി ചെയ്യാനും എനിക്ക് സഹായിക്കാൻ ഒരു ഭൃത്യയെ നൽകുമോ എന്ന് നബി തങ്ങളുടെ അടുക്കൽ പോയി ചോദിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞത് പ്രകാരം ഫാത്തിമ ബീവി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, ഓ നബിയേ, അങ്ങയുടെ കൈവശം ധാരാളം അടിമകളുണ്ടല്ലോ, ഒരു അടിമയെ എനിക്ക് വിട്ടുതരുമോ നബിയേ? എന്റെ കൈയിതാ ഈ ആസുകല്ലിൽ ഇങ്ങനെ അരിയാട്ടിയിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്, എനിക്കൊരു അടിമയെ തരുമോ എന്ന് ആ ഫാത്തിമ ബീവി ചോദിക്കുകയാണ്. സ്വന്തം മകൾ നബി തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ ചിന്തിക്കുകയാണ്, ഫാത്തിമ, അടിമ ഇവിടെ ഒന്നുണ്ട്, ഇത് ഞാൻ മറ്റൊരാൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്, അതിനെ നിനക്ക് തരാൻ കഴിയില്ല ഫാത്തിമ. എന്നാൽ നിനക്കൊരു അടിമയെ നൽകുന്നതിനേക്കാൾ മഹത്വകരമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ ഇത് ചൊല്ലുകയാണെങ്കിൽ, ഇതാണ് മോളെ ഫാത്തിമ,
നിനക്ക് ഞാൻ ഒരു അടിമയെ നൽകുന്നതിനേക്കാൾ പരലോകത്ത് നിനക്ക് ഗുണകരമാവുക എന്ന് സ്വന്തം മോളുടെ പൊട്ടിയ കൈയിലേക്ക് നോക്കിക്കൊണ്ട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ അതും ഒരു വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയായിരുന്നു. ഈ സാഹചര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ പെൺമക്കളില്ലേ? നമുക്കിങ്ങനെ പറയാൻ കഴിയോ? നബി തങ്ങൾ ഫാത്തിമയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ വാഗ്ദാനം തെറ്റിക്കാൻ പാടില്ല. എന്റെ മോള് കുറച്ച് കഷ്ടപ്പെട്ടാലും ആ വാഗ്ദാനമാണ് അവിടെ പ്രധാനം. എന്റെ മോൾക്ക് സമാധാനം കിട്ടുന്നതായ ഒരു വചനവും നബി തങ്ങൾ കൂടെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഇത്രയും ഗൗരവമുണ്ട് ഒരു വാഗ്ദാനം ഒരാൾ ചെയ്താൽ അത് പാലിക്കുന്നതിന് എന്നതാണ് ഈ ഹദീസുകളൊക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടിയതായ ഹവാസിൻ യുദ്ധത്തിൽ കിട്ടിയതായ കുറച്ച് ഗനീമത്ത് മുതൽ യുദ്ധത്തിൽ തോറ്റോടിയതായ പടയാളികൾ അവിടെ ഇട്ടേച്ചു പോകുന്നതായ സമ്പത്തുകളൊക്കെ ആരാണോ ജയിച്ചതെങ്കിൽ അവർക്ക് എടുക്കാം. അതിനാണ് ഗനീമത്ത് മുതൽ എന്ന് പറയാം. ഈ മുതൽ നബി തങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് ഹുനൈനിൽ വെച്ചുകൊണ്ട്. ആ സമയത്ത് ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് എന്നോട് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് തരണം. ഇനി ഇങ്ങനെയുള്ള ഗനീമത്ത് മുതൽ കിട്ടുമ്പോൾ നീ എന്താണോ ചോദിക്കുന്നത് അത് നിനക്ക് തരാം എന്നൊരു സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ സ്വഹാബി വന്ന് ചോദിക്കാണ്, നബി അങ്ങ് എന്നോട് ചെയ്ത കരാറ് അങ്ങ് പാലിക്കണം. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചോ തരാന്ന്. ആ സമയത്ത് ഈ സ്വഹാബി ചോദിച്ചു, നബിയെ, എനിക്ക് 80 ചെമ്മരിയാടുകളെയും അത് നോക്കാനുള്ള ഒരാളെയും തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, ഇത് മൂസാ നബിയോട് ആ കിഴവി ചോദിച്ചതിനേക്കാൾ വളരെ കുറവാണല്ലോ. മൂസാ നബിയോട് ഒരു കിഴവിയായിട്ടുള്ള ഒരു സ്ത്രീ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നീ അങ്ങനെയുള്ള അവസരം മുതലാക്കിയതൊന്നുമല്ലല്ലോ, നീ ചോദിച്ചത് വളരെ കുറവാണ്, നീ അതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ മൂസാ നബിയോട് കിഴവി ചോദിച്ചത് എന്താണ്? അത് നമ്മുടെ വിഷയമല്ല, എന്നാലും നമുക്ക് ആ സംഭവം ഒന്ന് പറയാം. ഇവിടെ നബി തങ്ങൾ ഈ സ്വഹാബിയോട് മുമ്പ് നിനക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു എന്ന് ഈ സ്വഹാബി വന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ആ ചെയ്ത വാഗ്ദാനം നബി തങ്ങൾ നിറവേറ്റുകയാണ്. ആ നിറവേറ്റുന്നതിന്റെ കൂട്ടത്തിൽ രസകരമായ ഒരു കാര്യം ഉണ്ടായതാണ്. ഇദ്ദേഹം വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നാണ് നബി തങ്ങൾ വിചാരിച്ചത്. അദ്ദേഹം അതൊന്നും ചോദിച്ചില്ല. 80 ചെമ്മരിയാടിനെ കിട്ടിയാൽ മതി എന്നാ പറഞ്ഞത്. നോക്കാനുള്ള ഒരാളെ അത് നബി തങ്ങൾ കൊടുത്തു. കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞതാണ് ഈ സംഭവം. അപ്പൊ അതെന്താ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ, ഇന്നത്തെ ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരിയായി. പിന്നീട് നമുക്ക് ആ സംഭവം അറിയാം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം വഫാത്തായി. യൂസുഫ് നബി അലൈഹി സ്വലാം വഫാത്തായപ്പോ നമുക്കറിയാം അവിടെയുള്ള പ്രധാനപ്പെട്ട 2 നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദികൾ. ഈ നദിയുടെ വക്കിലാണ് നൈൽ നദിയുടെ വക്കിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മറവ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മറവ് ചെയ്ത ആ നദിയുടെ ഈ ഭാഗം അവിടെ കൃഷിയും എല്ലാം സുഭിഷ്ടമായി വളരാനും അവിടെയുള്ള ആളുകൾക്ക് വളരെ സൗഖ്യമൊക്കെ ആയി നല്ല രീതിയിൽ ഉഷാറായി ജീവിക്കാൻ തുടങ്ങി. അപ്പുറമുള്ള ആളുകൾക്കൊന്നുമില്ല. എത്ര നട്ടുപിടിപ്പിച്ചാലും അത് മുളക്കൂല, കൃഷിയില്ല, ഒന്നുമില്ല, ആകെ ദാരിദ്ര്യത്തിലായി. അപ്പൊ അവരിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അവരുടെ പക്ഷത്തായതുകൊണ്ടാണ് അവിടെ അഭിവൃദ്ധി. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നമ്മുടെ ഈ ഭാഗത്ത് വന്ന് മറവ് ചെയ്യണം എന്നാ നമുക്കുണ്ടാവുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അപ്പുറത്ത് കൊണ്ടായി വീണ്ടും മറവ് ഇവിടെ നിന്ന്. അപ്പൊ അതിന് നേരെ എതിരായി. ഇവിടെ ഉള്ളവർക്ക് അഭിവൃദ്ധി കുറഞ്ഞു, അവിടെ ഉള്ളവർക്ക് കൂടാൻ തുടങ്ങി. അപ്പൊ ഇവര് തമ്മിൽ വീണ്ടും സംഘടനയായി. ആർക്ക് എവിടെ മറവിയാണോ എന്നുള്ള വിഷയത്തിൽ. അവസാനം ആ തർക്കം പരിഹരിച്ചത് നൈൽ നദിയുടെ സെന്ററിൽ നടുക്ക് ഉള്ളിലോട്ട് വെള്ളം കയറാത്ത രീതിയിൽ ഒരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയിൽ കിടത്തിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നൈൽ നദിയുടെ ആ നടുവിൽ കൊണ്ടുപോയി മറവ് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്.
ഈ സംഭവം കഴിഞ്ഞു. പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അപ്പൊ പിന്നെ ഈ വെള്ളത്തിലായതുകൊണ്ട് ഈ വെള്ളം രണ്ട് സൈഡിലേക്ക് ഉപയോഗിക്കും. രണ്ടു കൂട്ടർക്കും സമൃദ്ധമായിട്ടുള്ള കൃഷിയും എല്ലാം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ചു, ഒരുപാട് കാലം ജീവിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലമെത്തി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലമെത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പന കൊടുത്തു. മറവ് ചെയ്യണമെന്നേ അല്ലാഹു പറഞ്ഞോളൂ, എവിടെ എന്നുള്ളത് കാണിച്ചു കൊടുത്തില്ല, അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ്, സമുദ്രത്തിൽ ഏത് ഭാഗത്താണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ അടക്കം ചെയ്ത പെട്ടിയുള്ളത് എന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ അന്വേഷിച്ചു. ആർക്കും ഒരു പിടിയുമില്ല. അവസാനം കിഴവിയായ വൃദ്ധയായ ഒരു പെണ്ണ് പറഞ്ഞു, ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് തലമുറകളായി അതറിയാവുന്നതാണ്, അതറിയാവുന്ന ഒരേ ഞാനാണ്, ഞാനത് പറഞ്ഞു തരാം. പക്ഷേ എനിക്ക് രണ്ട് ഡിമാൻഡ് ഉണ്ട്, അത് നിങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ് സാധിപ്പിച്ചു തരണം, എന്നാൽ ഞാനത് കാണിച്ചു തരാം. കിഴവിയായ അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം വിചാരിച്ചു ശരിയാ, സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് ചോദിക്കുക. അപ്പൊ കിഴവി പറഞ്ഞു, എനിക്ക് രണ്ട് കാര്യം, ഒന്ന് എന്നെപ്പോ ഒരു യുവതിയാക്കി തരണം. കിഴവിയാണ്, എനിക്ക് യുവതിയാവണം, അള്ളാഹിനോട് പറഞ്ഞു നിങ്ങൾ എന്നെ യുവതിയാക്കി തരണം. മറ്റൊന്ന്, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കിടക്കാനും പറ്റണം. ഇത് അംഗീകരിക്കാൻ ഞാൻ കാണിച്ചു. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, കാര്യം പറഞ്ഞു. അല്ലാഹു തആല അത് സാധിപ്പിച്ചു കൊടുത്തു. ഇതാണ് നബി തങ്ങൾ ഈ പറയുന്ന സംഭവം. കിഴവി ചോദിച്ചതിനേക്കാൾ വലുത് ചോദിക്കുന്ന നബി തങ്ങൾ വിചാരിച്ച് നീ സിമ്പിൾ ആയിട്ടല്ലേ ചോദിച്ചുള്ളൂ. കിഴവി ചോദിച്ചെന്താ, യുവതിയാക്കുക, സ്വർഗം, ഇത് രണ്ടും ഇവിടെ സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഈ കിഴവിയായ സ്ത്രീ അത് കാണിച്ചു കൊടുക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ സഹോദരിയുടെ രണ്ട് ആഗ്രഹവും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന ഇട്ടാൽ പാമ്പാകുന്ന ഒരു വടി, ആ വടി കൊണ്ട് നൈൽ നദിയിൽ പോയി ഒരു അടിയടിക്കുകയാണ്. ആ അടിയടിച്ചപ്പോ സമുദ്രം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്ന് അതിലൂടെ നടന്നുപോയി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ജനാസ അടക്കം ചെയ്ത പെട്ടി അവിടെ നിന്നെടുത്ത് പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൽ, ഇന്നത്തെ ഫലസ്തീനിലുള്ള ഇസ്രായേലിലുള്ള ആ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി കൊണ്ടുവന്ന് മറവ് ചെയ്തു. അവിടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും അടക്കം ഒരുപാട് പ്രവാചകന്മാരുടെ ഖബർ ഇന്ന് നിലകൊള്ളുന്നതായ ലോകം, ഇന്ന് നിലകൊള്ളുന്നതായ സ്ഥലം ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസാണ്, ഫലസ്തീനിലുള്ള ഈ സംഭവം. ഇത് പറയുന്ന ഭാഗത്ത് നബി തങ്ങൾ പറഞ്ഞത്, മൂസാ നബിയോട് കിഴവി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അത്രയൊന്നും നീ എന്നോട് ചോദിച്ചില്ലല്ലോ, നിന്നോട് ഞാൻ തരാമെന്ന് പറഞ്ഞതായ വാഗ്ദാനം ഇതാ നിനക്ക് ഞാൻ അത് നിറവേറ്റി തരുന്നു. നീ 80 ആടുകളെയല്ലേ ചോദിച്ചത്, അത് എടുത്തുകൊണ്ട് നീ പോയിക്കോ എന്ന് ആ സ്വഹാബിയോട് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്. എന്നാൽ ഇവിടെ വേറൊരു സംഭവമുണ്ട്. അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇനി ഒരു മനുഷ്യൻ ഒരാളോട് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, എന്തോ കാരണത്താൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പൂർത്തീകരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് വാഗ്ദാനം ചെയ്തത്, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം കരാറ് ലംഘിച്ച വിഭാഗത്തിൽ പെടുമോ? നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇല്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അത് പൂർത്തീകരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ചെയ്ത കരാറ് ചില കാരണങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ ഉത്തരവാദിയല്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാവ് കൊണ്ടുള്ള വിപത്തുകളിൽ മഹാൻ പരിചയപ്പെടുത്തിയത് നമ്മൾ കരാർ ചെയ്താൽ അത് പാലിക്കുക. അതേപോലെ നമ്മൾ ഒരു മനുഷ്യനെയും നിന്ദിക്കാതിരിക്കുക, മോശപ്പെടുത്തി പരിഹസിച്ചുകൊണ്ട് ചിരിക്കാതിരിക്കുക, ഇതൊക്കെ നാവ് കൊണ്ടുള്ള വലിയ വിപത്തുകളായി മഹാൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോ അത് ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കി തിന്മയാവാൻ സാധ്യതയുള്ളതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ് കേട്ടതിനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ പരിഹാസച്ചിരിയും നമ്മൾ പറയുന്ന വാക്ക്
പദപ്രയോഗങ്ങളുമെല്ലാം അത് തിന്മയാകുമോ നന്മയാകുമോ എന്ന് തിന്മയാവാനാണ് സാധ്യത എങ്കിൽ അത്തരം പദപ്രയോഗങ്ങൾ നമ്മുടെ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക. നമ്മൾ നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും ഇത്തരത്തിലുള്ള ചില തിന്മകൾ ചെയ്യുന്നതിലൂടെ നരകത്തിൽ കടക്കാൻ ഹേതുവാകും, അവൻ മുനാഫിക്കായി പോകും എന്നൊക്കെയുള്ള വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന മുമ്പ് നമ്മൾ പറഞ്ഞ നബി വചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാഹീന്റെ ഉമ്മ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവരൊക്കെ കുടുംബസമേതം നമ്മുടെ ക്ലാസ്സിനൊക്കെ എല്ലാ ആഴ്ചയും മുടങ്ങാതെ വന്നിരിക്കുന്നവരാണ്. ഇന്ന് ആ രോഗം, ഉമ്മയുടെ രോഗം പെട്ടെന്ന് ശിഫിയാകുന്നതിന് വേണ്ടി അവരാണ് നമ്മുടെ ഈ ക്ലാസ്സിലേക്കുള്ള ചീരണി പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു തആല അത് കബൂലാക്കുമാറാവട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉമ്മയുടെ രോഗം അല്ലാഹു തആല എത്രയും ശിഫിയാക്കി പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ അദ്ദേഹത്തിന്റെ അളിയന് അതേപോലെ ഒരു ബ്ലോക്ക് വന്ന് അതിൻ്റെതായ ചികിത്സയിലാണ്. അല്ലാഹുവേ അതും നീ എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമാ കാന വഖ്തു ളുഹൂരി അസ്റാരിഹി വഇശ്റാഖുൽ കൗനി ബിഅൻവാരിഹി ഫബൈനമാ ആമിന ഫീ ബൈതിഹാ വഹീദത്തുൻ മുസ്തൈനിസത്തുൻ ബിബറകാതിഹി വഹിയ ഫരീദത്തുൻ വലം തശ്കുർ ഇല്ലാ വഖദ് അശ്റക ഫീ ബൈതിഹാ النور وعمها الفرح والسرور وأقبلت الملائكة والحور وهف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا صلى الله على محمد صلى الله وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم إن بيتا أنت ساكنه ليس محتاجا إلى سرج صل رب العالمين على سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته وسما في أرفع درج صل رب العالمين على سيد الكونين والسرج بدلا في الحب مهجته سمعا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين والسرج أنت منجينا من الحرق من الله بالنار والأجج الله الله ما شاء الله لا قوة إلا بالله ذنبنا ما هي يمنعنا
من ذروف الدمع والأجج الله الله ما شاء الله لا قوة ذنبنا ما هي يمنعنا من ذروف الدمع والعجز الله الله ما شاء الله لا قوة إلا بالله حبكم في قلبنا محو من رائن الذنب والحرج الله الله ما شاء الله لا قوة إلا بالله سبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله لا قوة إلا بالله إننا نرجو لشافعنا لصلاح الدين والنهج الله الله ما شاء الله لا قوة إلا بالله وهو نجانا من البلوى طيبه في العالم الأرجي الله ما شاء الله لا قوة إلا بالله ربي وارزقنا زيارته قبل قبض الروح والخرج الله الله ما شاء الله لا قوة إلا بالله صلي يا ربي على الهادي لسبيل الحق والفرج الله الله ما شاء الله لا قوة إلا بالله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനേ അല്ലാഹുവേ നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ഇവിടെ ഒരു മണിക്കൂറുകളോളം ഞങ്ങൾ ചെലവഴിച്ച ഈ സമയം പരലോകത്ത് ഞങ്ങൾക്ക് ഉപകാരമുള്ള ടൈമുകളാക്കണേ അല്ലാഹുവേ ഞങ്ങളെ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ റഹ്മാനേ ഇതുകൊണ്ടൊക്കെ ഞങ്ങളെ ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ അല്ലാഹുവേ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സഹോദരി അതേപോലെ ഒരു സഹോദരൻ നിനക്കറിയാം അവരുടെ വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹുവേ മാനസികമായ ശാരീരികമായ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ ഉമ്മ ബന്ധുമിത്രാദികൾ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നവർ ഈ സദസ്സിലൊക്കെ വന്നിരുന്ന ആളുകൾ അല്ലാഹുവേ അവർക്കൊക്കെ നീ ശിഫയാക്കണേ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനേ
അല്ലാഹുവേ ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ വല്യമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ ഉമ്മ, ഇവിടെ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന പലരുടെയും ഉമ്മമാര് ഉപ്പമാര് ആരടി മണ്ണിലാണ്. നീ പുറത്തു കൊടുക്കണേ അല്ലാ, അഫ്വ് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പല ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും മുടങ്ങാതെ വന്നിരുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ആരടി മണ്ണിലാണ്. നീ അഫ്വ് ചെയ്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ ജോലികൾ, മക്കളിലുള്ള ജീവിതത്തിനുതകുന്ന എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണം റഹ്മാനേ. മക്കളുടെ ജോലി ആവശ്യാർത്ഥം, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നല്ല മക്കളാക്കണേ അല്ലാ. പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് യോജിച്ച നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ. അതിന്റെ സാഹചര്യങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സമ്പാദ്യം ഞങ്ങളെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്. ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണം റഹ്മാനേ. മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ ഒത്തുപള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുപോയ മക്കളെല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനേ. ദുഷിച്ച കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് ലഹരിപ്പടിമപ്പെട്ടു പോയതായ മക്കളുണ്ട് റബ്ബേ, അവർക്ക് നിന്നെ കുറിച്ചുള്ള ബോധം കൊടുക്കണം റഹ്മാനേ. ആ മാതാപിതാക്കളുടെ ആവശ്യമങ്ങളെ നീ കാണണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുലപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനേ. അവസാനം മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലായി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ സുഖങ്ങളും സൗകര്യങ്ങളും ഭക്ഷണങ്ങളും വാഹനങ്ങളും ആരെയും പേടിക്കാതെ ഇബാദത്ത് ചെയ്യാനും സഞ്ചരിക്കാനുമുള്ള അവസരം നീ തന്നു. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഫലസ്തീനിൽ ഗസയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. പിഞ്ചു മക്കളെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ അവർക്ക് നീ ഫതഹ് നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ. അവരെ ശത്രുക്കളെ നീ ദുർബലപ്പെടുത്തണേ റഹ്മാനേ. ഈമാനികമായ ശക്തി കൊണ്ട് ഫലസ്തീനികളെയും ഞങ്ങളെയും നീ ശക്തിപ്പെടുത്തണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.